ഇവരൊക്കെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പിന്മുറക്കാരാണ്. തലയിൽ വലിയ കിരീടവും കയ്യിൽ നെടുങ്കൻ ചെങ്കോലും ശരീരത്തിൽ ആകമാനം മൂടുന്ന സ്വർണവർണ്ണാഞ്ചിത കുപ്പായങ്ങളും ധരിച്ച് ഇവർ ഈ ജനാധിപത്യ ലോകത്തിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവർ ആകാശസീമകളിൽ നിന്നും ഇറങ്ങി ഒന്ന് ഭൂമിയിലേക്കെത്തട്ടെ, അവരുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ഈ ജനാധിപത്യ രാജ്യത്താണ് അവർ ജീവിക്കുന്നതെന്ന് അവരൊന്ന് തിരിച്ചറിയട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പള്ളികളിൽ നിന്ന് വിശ്വാസികൾ വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവില്ലാത്തൊരു സഭയിൽ, ക്രിസ്തുവില്ലാത്തൊരു പള്ളിയിൽ ആരാധിക്കാൻ വരാൻ ഇവർക്കാർക്കും ഇപ്പോൾ താല്പര്യമില്ല. നാളെ നിങ്ങൾക്കും യൂറോപ്പിലുണ്ടായ സഭയുടെ ദുരന്തമുണ്ടാകുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ഈ വേദിയിൽ ഉപവാസമനുഷ്ഠിക്കുന്ന സിസ്റ്റർ ലൂസി കളപ്പുര, എൻ്റെ കോർഡിനേറ്റർ ജോർജ് ജോസഫ്, മറ്റ് നേതാക്കന്മാരെ, ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് യുഹാനോൻ റമ്പാൻ കഴിഞ്ഞ ഇന്ന് 19ാമത്തെ ദിവസമാണ്. 19 ദിവസമായി നിരാഹാരമനുഷ്ഠിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ അവിടെ ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹം വളരെ ദൃഢനിശ്ചയത്തിലാണ്. എൻ്റെ ഒരു ആത്മാവ് ഇതിനുവേണ്ടി ഹോമിക്കപ്പെട്ടാൽ അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മൊത്തത്തിൽ നന്മ ലഭ്യമാക്കുന്നതിന് ഗുണകരമാവുമെങ്കിൽ എൻ്റെ ജീവിതം സാർത്ഥകമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, അച്ഛൻ പറയുന്നത് ശരിയാണ് എങ്കിലും അച്ഛനെപ്പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ സിസ്റ്റർ ലൂസിയെപ്പോലുള്ള ആളുകൾ ഈ സമൂഹത്തിന് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതം ഹോമിക്കപ്പെടുന്നത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടമുണ്ടാക്കുന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് വിഷയത്തിന് പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അച്ഛൻ ജലമെങ്കിലും കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല. എന്തുമാവട്ടെ, ഇന്ന് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിസ്റ്റർ ലൂസി കുറേയേറെ കാലമായി ക്രൈസ്തവ സഭയിൽ തിരുത്തൽ വേണമെന്ന് നിർബന്ധബുദ്ധിയ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന സിസ്റ്റർ ലൂസി ഇന്ന് ഒരു ഐക്യദാർഢ്യ ഉപവാസം ഇവിടെ നടത്തുകയാണ്. രണ്ടുപേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആദ്യമേ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യം ചർച്ച് ആക്ട് എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു നിയമം ഈ സംസ്ഥാനത്തും കഴിയുമെങ്കിൽ രാജ്യമെമ്പാടും നടപ്പിലാകണമെന്നുള്ള സുനിശ്ചിതമായൊരു താല്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഭരണഘടനയുടെ 26ാം വകുപ്പനുസരിച്ച് കൃത്യമായി പറയുന്നുണ്ട്, ഈ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ സ്വത്തുകൾ സമ്പാദിക്കാനും അത് സംരക്ഷിച്ച് നിലനിർത്തുവാനും ഉള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സഭയും ഇതര മതങ്ങളുമെല്ലാം സമ്പത്ത് വാരിക്കൂട്ടുന്നുമുണ്ട്. പക്ഷേ ഭരണഘടനയിൽ വളരെ അടിവരയിട്ട് 26ാം വകുപ്പിൻ്റെ 4ാമത്തെ ക്ലോസിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ലോ എന്നാണ്. എന്താണ് അക്കോർഡിംഗ് ടു ലോ എന്ന് പറയുന്നതിനെ ഇവരെങ്ങനെയാണ് വിവക്ഷിക്കുന്നതെന്നാണ് നമ്മുടെ സംശയം. ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് അക്കോർഡിംഗ് ടു ലോ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നിയമമാണ്. അല്ലാതെ UK-യുടെ നിയമമോ അതല്ലെങ്കിൽ വത്തിക്കാൻ്റെ നിയമമോ US-ൻ്റെ നിയമമോ ഇന്ത്യയിൽ ബാധകമാവുന്നില്ല.
ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് വിധേയമായി എല്ലാ മതങ്ങൾക്കും സമ്പത്ത് ആർജിക്കാനും അത് സംരക്ഷിക്കാനുമുള്ള അധികാരമുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയിലെ പ്രബല വിഭാഗമായ കത്തോലിക്ക സമൂഹം കാനൻ നിയമത്തിന് വിധേയമായിട്ടാണ് ഞങ്ങൾ സ്വത്ത് ഭരിക്കുന്നതെന്നും കാനൻ നിയമമാണ് ഞങ്ങളുടെ അവസാന വാക്കെന്നും പറഞ്ഞാണ് നിലകൊള്ളുന്നത്. ഇത് കാനൻ ലോയിൽ തന്നെ പറയുന്നുണ്ട്. കാനൻ ലോ പ്രായോഗികവൽക്കരിക്കുമ്പോൾ അതത് രാഷ്ട്രങ്ങളുടെ നിയമത്തിന് വിധേയമായിരിക്കണം അത് ചെയ്യേണ്ടതെന്നാണ്. പക്ഷേ ഇവിടെ ക്രൈസ്തവ സഭയ്ക്ക്, പ്രത്യേകിച്ച് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കത്തോലിക്ക സഭയ്ക്ക് അത്തരമൊരു ചിന്തയില്ല. ഈ വിഷയം പല സന്ദർഭങ്ങളിലായി കേരളത്തിലെയും രാജ്യത്തെയുമൊക്കെ പ്രമുഖമായ പല കോടതികളിലും ചർച്ചാ വിഷയമായിട്ടുണ്ട്. കോടതികളും കാനൻ ലോയാണ് ശരിയെന്ന് പറയുന്ന വളരെ ദയനീയമായൊരവസ്ഥ, കോടതികൾ പോലും ഭരണഘടനയെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, വർഷം ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ഏതാണ്ടൊരു 2015 കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ലാലൻ തരകനാണ്. ലാലൻ തരകൻ അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ വൈദികനുമായൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ സമയത്ത് അവർ തമ്മിൽ ചെറിയ കശപിശയൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വൈദികൻ എറണാകുളം അതിരൂപതയിൽ, അദ്ദേഹം ഉൾക്കൊള്ളുന്ന പള്ളി എറണാകുളം അതിരൂപതയുടെ കീഴിലാണ്, എറണാകുളം അതിരൂപതയിൽ ഒരു പരാതി സമർപ്പിച്ച് ഇന്ന പോലൊരു സംഭവം ഉണ്ടായി. ലാലൻ ചേട്ടൻ എന്ന് പറയുന്ന വയോധികൻ, ഞാൻ അദ്ദേഹത്തെ വയോധികൻ എന്ന് വിളിക്കുമ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രായം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരനായ വൈദികനെ കയ്യേറ്റം ചെയ്തു എന്നായിരുന്നു പരാതി. പരാതി അസത്യമാണെന്ന് പരാതി കൊടുത്ത അദ്ദേഹത്തിനും അറിയാം, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം. എങ്കിലും പരാതി ഉണ്ടായി അരമനയിൽ നിന്ന്. ഇങ്ങനെയുള്ളൂ പറയുന്നത്. മെത്രാൻ്റെ വാസസ്ഥലം അരമനയാണ്. അരമനയിൽ നിന്ന് ലാലൻ തരകന് ഒരു സമൻസ് പുറപ്പെടുവിക്കുകയാണ്. നിങ്ങൾ ഇന്ന പോലെയുള്ള കൃത്യം ചെയ്തതുകൊണ്ട് ഇത്രാം തീയതി നിങ്ങൾ അരമന കോടതി മുമ്പാകെ ഹാജരായിരിക്കണം, ഉത്തരവാണ്. അപ്പോൾ ലാലൻ ചേട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് അന്വേഷിക്കണമല്ലോ എന്താണെന്ന്. നേരെ ഞങ്ങൾ കേരള ഹൈക്കോടതിയിലൊരു കടലാസ് കൊടുത്തു. ഇന്ന പോലെ ഒരു കോടതിയിൽ നിന്ന് ഒരു സമൻസ് കിട്ടിയിട്ടുണ്ട്. ഈ കോടതി ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ഈ കോടതി ഏതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതല്ലെങ്കിൽ ഇവർക്കെതിരെ യുക്തമായ നടപടിയെടുക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു കടലാസ് കൊടുത്തു. ഇത് ക്രിമിനൽ ഒഫൻസ് ആണെന്നും കൂടി ഓർക്കണം. സാധാരണ വരുന്ന വിവാഹം പോലുള്ള വിഷയങ്ങളല്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ ഹൈക്കോടതി ഇവർക്കൊരു നോട്ടീസ് അയച്ചു. ആ നോട്ടീസിൽ കാരണങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിലും എന്ന് ഇത് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. കോടതി മറന്നതാണോ മനഃപൂർവ്വം മറന്നതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചു. അതിന് നിശ്ചിതമായ തീയതി ഇല്ലാത്തത് കൊണ്ട് അവർ മറുപടി വരാതെ നീണ്ടുപോവുകയാണ്. രണ്ടാമത് കോടതി നോട്ടീസ് അയച്ചു. രണ്ടാമത്തെ നോട്ടീസിനും മറുപടിയില്ല. വീണ്ടും നമ്മൾ കോടതിയെ സമീപിക്കുന്നു. കോടതി പിന്നീട് ഏതാണ്ട് 7-8 മാസക്കാലം ഓരോ അവധി പറഞ്ഞതിങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നു. കോടതി അതിന് നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ സഭയുടെ ആഭ്യന്തരമെന്ന് തോന്നാവുന്ന കള്ളക്കളികളെ സാധൂകരിക്കുന്ന നിലപാടാണ് കോടതി എടുത്തത്. അതുതന്നെയാണ് പൊതുവെയുള്ള മേഖലകളിലുള്ളത്. ഭരണഘടനയെ കോടതി പോലും ധിക്കരിക്കുകയാണ്. ഇപ്പോൾ 2009 ചർച്ച് ആക്ട് എന്ന് പറയുന്ന നിയമം, അല്ലെങ്കിൽ അതിൻ്റെ കരട്, ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഭരണപരിഷ്കരണ കമ്മിറ്റി, നിയമപരിഷ്കരണ കമ്മിറ്റി, വാക്ക് തെറ്റിപ്പോയി,
നിയമപരിഷ്കരണ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നത്. അത് അന്ന് വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ്. 2007 ആരംഭിച്ച പദ്ധതി 2009 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനനുഗുണമായ രീതിയിൽ പദ്ധതി എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നതിനെക്കുറിച്ച് തീരുമാനിച്ച് രൂപരേഖ തയ്യാറാക്കുന്നതിന് ഒരു മന്ത്രിസഭാ ഉപസമിതിയെയും നിയോഗിച്ചു. അവിടെ വെച്ച് എല്ലാ നീക്കങ്ങളും അവസാനിക്കുകയാണ്. ഈ ഒരു നീക്കമുണ്ടെന്ന് മനസ്സിലായ കാലഘട്ടത്തിൽ തന്നെ ക്രൈസ്തവ സഭ ഒന്നടങ്കമെന്ന് ഞാൻ പറയുന്നില്ല, കത്തോലിക്ക സഭ വളരെ കൃത്യമാർന്ന രീതിയിൽ ചർച്ച് ആക്ടിനെ തകർക്കുന്നതിനുള്ള, ആ നിയമ നിർദ്ദേശത്തെ തകർക്കുന്നതിനുള്ള എല്ലാ പദ്ധതികളും വളരെ ഗോപ്യമായും എന്നാൽ പ്രത്യക്ഷമായും നടപ്പാക്കിക്കൊണ്ടിരുന്നു. അത് ഏതെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ചു എന്നൊന്നും ഞാനിവിടെ വ്യക്തമാക്കുന്നില്ല. നമുക്ക് ഏകദേശം നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. ആ മന്ത്രിസഭാ ഉപസമിതി അന്ന് അവിടെ സപ്രസ് ചെയ്യപ്പെട്ടു. പിന്നെ അതിനൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇവർ അന്നത്തെ മന്ത്രിമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഇത് ദുരുപദിഷ്ടിതമായ ചില ആളുകളുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ പശ്ചാത്തലത്തിലുണ്ടായി വരുന്നൊരു സംഗതിയാണ്. ചർച്ച് ആക്റ്റിൽ പറയുന്നത് പോലുള്ള സംവിധാനങ്ങളൊക്കെ നിലവിൽ ക്രൈസ്തവ സഭയിലുണ്ട്. ഇത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ഒരുക്കുന്ന സംഗതികളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളന്ന് ബന്ധപ്പെട്ട മന്ത്രിമാരെയൊക്കെ കണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ വെർഷൻ ഉണ്ടായിരുന്നു, അവരുടെ വെർഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഇവരന്ന് പ്രധാനമായി പറഞ്ഞത് ഇത് വിശ്വാസികളുടെ ഇടയിൽ പറഞ്ഞു പരത്തിയത് ഇടതുപക്ഷ സർക്കാർ നമ്മുടെയൊക്കെ പള്ളികൾ പിടിച്ചെടുക്കാനുള്ള, നമ്മുടെയൊക്കെ സ്കൂളുകൾ പിടിച്ചെടുക്കാനുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് വരികയാണ്. ഇതിനെ ശക്തിയുക്തം എതിർക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. 1957 രൂപീകരിക്കപ്പെട്ട സർക്കാർ, അതും ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളെ നമ്മൾ അതിജീവിച്ചത് വിമോചന സമരത്തിലൂടെയാണ്. ഇന്ന് അത്തരമൊരു വിമോചന സമരത്തിൻ്റെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്ങനെയും നമ്മുടെ പള്ളികളും വിശ്വാസവും സംരക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണെന്നുള്ള രീതിയിൽ തെറ്റായ സന്ദേശം വിശ്വാസികളുടെ ഇടയിൽ ഇറക്കി വിടുകയും അധികാരികളുടെ അടുത്ത് ഞങ്ങൾക്ക് പാസ്റ്റൽ കൗൺസിലുണ്ട്, ഞങ്ങൾക്ക് പാരിഷ് കൗൺസിലുണ്ട്, അതുപോലുള്ള സംവിധാനങ്ങളുടെ കീഴിൽ കൃത്യമായ ജനായത്ത സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഭരണമെന്ന് പറഞ്ഞു. എന്താണ് പാസ്റ്റൽ കൗൺസിലെന്നും എന്താണ് പാരിഷ് കൗൺസിലെന്നും നമുക്കറിയാം. യാതൊരു എക്സിക്യൂട്ടീവ് പവറും ഇല്ലാത്ത രണ്ട് ബോഡികൾ. ആ രണ്ടിൻ്റെയും ഭരണഘടനയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഇതൊരു അഡ്വൈസറി ബോഡിയാണെന്ന്. കേവലം ഉപദേശക സമിതി. ഉപദേശക സമിതികളെ അതിൻ്റെ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നയാൾക്ക് ഏത് സന്ദർഭത്തിൽ വേണമെങ്കിലും പിരിച്ചുവിടാവുന്നതാണ്. അപ്പോൾ ഏത് സന്ദർഭത്തിൽ മെത്രാൻ്റെയോ വികാരിയുടെയോ താല്പര്യത്തിന് വിരുദ്ധമായി പാരിഷ് കൗൺസിലോ പാസ്റ്റർ കൗൺസിലോ നിലപാടെടുക്കുകയാണെങ്കിൽ ആ സമയത്ത് പിരിച്ചുവിടാനുള്ള അധികാരമുള്ള ഒരു സംവിധാനമാണ് വൈദികനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും അതിന് ബദലല്ല എന്നും നമ്മൾ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മളന്ന് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് സഭയുടെ സമ്പത്തിന് അതിൻ്റെ കാര്യനിർവഹണത്തിൽ സുതാര്യത ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അതൊക്കെയാണ് ചർച്ച് ആക്ട് പ്രധാനമായും വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ഇടവകകളും ട്രസ്റ്റ് രൂപേണ രജിസ്റ്റർ ചെയ്തിരിക്കണം. ട്രസ്റ്റിൻ്റെ കണക്കുകൾ കൃത്യമായി എല്ലാ വർഷവും ജില്ലാ രജിസ്ട്രാറുടെ മുമ്പിൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. ഓഡിറ്റ് ചെയ്യപ്പെട്ട കണക്കുകളിൽ സംശയമുണ്ടെങ്കിൽ ഈ ട്രസ്റ്റിലെ അംഗങ്ങൾക്ക് എന്ന് പറയുന്നത് ഇടവക ജനങ്ങൾ എല്ലാവരും ഉൾപ്പെടുന്നതായിരിക്കണം ട്രസ്റ്റ് എന്നാണ് ചർച്ച് ആക്ട് വിഭാവനം ചെയ്യുന്നത്. ആ ജനങ്ങൾക്ക് സംശയമുന്നയിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള അധികാരമുണ്ട്. ഇതൊന്നുമില്ലാത്ത പാരിഷ് കൗൺസിലും പാസ്റ്റർ കൗൺസിലുമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം
ആണ് ഇവരുണ്ടാക്കിയിരിക്കുന്നതെന്നുള്ള കാര്യവും നമ്മൾ അന്നത്തെ മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചിരുന്നു. പക്ഷേ ഡിസ്പ്യൂട്ട് വന്നപ്പോൾ മടിയിൽ കനമുള്ളവൻ്റെ വാക്കുകൾക്ക് അന്നത്തെ ഉപസമിതിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി അപ്പാടെയോ താല്പര്യം കാണിച്ചു എന്ന് പറയാതിരിക്കാനാവില്ല. വ്യക്തിപരമായി എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ 2011 തിരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് എനിക്ക് അന്നത്തെ CPM നേതാക്കന്മാരുമായി അവസരമുണ്ടായിരുന്നു. അന്ന് വളരെ കൃത്യമായി ചർച്ചാക്കിനെക്കുറിച്ച് പിണറായി വിജയനോടും കോടിയേരി ബാലകൃഷ്ണനോടും അന്നത്തെ LDF കൺവീനർ ആരാണ് വൈക്കം വിശ്വത്തോടും സംസാരിച്ചതാണ്. ഏതാണ്ട് 40 മിനിറ്റോളം സമയം അവരെനിക്ക് ചെവി തന്നതാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞു, കാര്യം നല്ലതാണ്, നടപ്പിലാക്കണം. പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല, തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഭരണം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഭരണത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം, ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു. എത്രയോ നിവേദനങ്ങൾ അദ്ദേഹത്തിന് അയച്ചു. ഞാൻ വ്യക്തിപരമായി പല കത്തുകൾ അയച്ചു. ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ മുഖതാവിൽ പോയി കണ്ടു. ഒരനക്കവുമില്ല. മലയ്ക്ക് കാറ്റ് പിടിച്ചതുപോലത്തെ ഒരൊറ്റ ഭാവം. ഈ അടുത്ത അവരുടെ പ്രസ്താവന ഉണ്ടായിരുന്നു, ഈ സംഗതി നടപ്പിലാക്കില്ല എന്ന്. 1.5 ലക്ഷം ജനങ്ങൾ തിരുവനന്തപുരത്ത് ചർച്ചാക്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മേളനവും മാർച്ചും നടത്തിയിട്ട് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയ്ക്ക് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്ന ഈ ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ യാക്കോബ സഭയിൽ നടക്കുന്ന തർക്കം തന്നെ ഇവർ മുഖവിലയ്ക്കെടുക്കണ്ടേ? നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തർക്കമാണ്, എത്രയോ നാളുകളായി. ആ തർക്കം രമ്യമായി അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? സഭയ്ക്കുണ്ട് എന്നുള്ളത് മറക്കാതെ തന്നെ ഞാൻ പറയുകയാണ്. ഏറ്റവും അനിവാര്യമായത് ഞാൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു അക്രമ സംഭവം ഉണ്ടാവുന്നതോ ഒരു ഏറ്റുമുട്ടലുണ്ടാവുന്നതോ തടയേണ്ട, നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം ആ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിക്കാണ് ആദ്യം. അവിടെ ഇവർ കണ്ണടക്കുകയാണ്. ഒരു സുപ്രീം കോടതിയുടെ വിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെത്രാന്മാരെയും വൈദികരെയും വിശ്വാസികളെയും ഒക്കെ, ഞാൻ മെത്രാനും വൈദികരും എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് അത് തമ്മിൽ വേർതിരിച്ച് കാണാനല്ല, ഞാൻ എല്ലാവരെയും ഒന്നായി കാണുന്ന ആളാണ്. പക്ഷേ ഇവരെയെല്ലാം പള്ളിയുടെ അകത്തിട്ടും വഴിയിലിട്ടും തെരുവുകളിലിട്ടും തല്ലുക, പോലീസിനെ കൊണ്ട് തല്ലിക്കുക എന്ന് പറയുന്നത് എന്ത് ഭരണകർത്തൃത്വമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സുപ്രീം കോടതി ആരെയെങ്കിലും മർദ്ദിക്കാൻ ആവശ്യപ്പെട്ടു, നിയമം നടപ്പിലാക്കാനായിട്ട് ഇന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള സംഘർഷാവസ്ഥ മനസ്സിലാക്കി ആ സംഘർഷാവസ്ഥയെ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ തിരുത്തിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. അതിന് നിൽക്കാതെ കോടതി പറഞ്ഞു അന്നാ പിടിച്ചോടാ അടിയടാ അടി എന്ന് പറയുന്ന സർക്കാരിൻ്റെ നിലപാടുകളെ ഒരു ജനാധിപത്യ വിശ്വാസിക്കും ഉൾക്കൊള്ളാനാവില്ല. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളികൾ പിടിച്ചെടുക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ക്രൈസ്തവീയതയാണ് ഇവിടെയുള്ളതെന്ന്. ആരുടെ പേരിലാണ് ഇവർ ഈ സഭയെ രൂപീകരിച്ചത്? അത് കേരളത്തിലായാലും അങ്ങ് സിറിയയിലായാലും വത്തിക്കാനിലായാലും ഒക്കെ എന്താണ് ഇവരെ ലക്ഷ്യമാക്കുന്നത്? വൈദിക മേലധ്യക്ഷന്മാരെന്താണ് ലക്ഷ്യമാക്കുന്നത്? എന്ത് അട്ടഹസിച്ചാണ് ഇവരുടെ ചില പ്രസ്താവന. ഓർത്തഡോക്സ് സഭയിലെ വൈദികരെക്കുറിച്ച് മെത്രാന്മാരെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. അട്ടഹസിച്ചുകൊണ്ടാണ് അവർ പള്ളി പിടിച്ചെടുക്കുന്ന കാര്യം ആവേശപൂർവ്വം പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരാനാണ് ക്രിസ്തു പറഞ്ഞത്. എല്ലാം ഉപേക്ഷിച്ച് വന്ന്, അല്ലെങ്കിൽ നിനക്കുള്ളത് പലതരത്തിൽ അദ്ദേഹം പറഞ്ഞു, നിനക്കുള്ളതിൻ്റെ പാതി മറ്റവന് കൊടുക്കാൻ പറഞ്ഞു, എന്നിട്ടെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരൂ. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് വരാൻ പറഞ്ഞ് സ്വന്തം ജീവിതം തന്നെ ഒരു ദരിദ്രനിൽ ദരിദ്രനെ പോലെ ജീവിച്ചുകൊണ്ട്
ഓരോ ദിവസവും അന്നന്നത്തെ ഭക്ഷണം കണ്ടെത്താനാവാതെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ കയറി ഭക്ഷണം ഇരന്നു വാങ്ങി ജീവിച്ച യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ഇവരെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് പിടികിട്ടുന്നില്ല. നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇവർ ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. യേശു എന്ന ഒരു സങ്കല്പം ഇവിടെയില്ല. യേശുവിൻ്റെ സാമൂഹിക വീക്ഷണമോ ക്രിസ്തുവിൻ്റെ ദൈവിക കാഴ്ചപ്പാടോ, ഞാൻ രണ്ടിനെയും രണ്ടായി കാണുന്നതാണ്. ക്രിസ്തു എന്ന് പറയുന്ന ഇതിനെ രണ്ട് പേഴ്സണാലിറ്റി ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ യേശുവിൻ്റെ സാമൂഹ്യ വീക്ഷണത്തെ കൂടുതൽ ഉദ്ഘോഷിക്കുന്ന ആളാണ്. അപ്പോൾ ഈ രണ്ടും ഇവരുടെ ഇടയിലില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ വേണമെങ്കിൽ അവർക്ക് ഒരു വാശി തീർക്കാൻ കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ക്രിസ്തുവിൻ്റെ വഴിയിൽ നിന്നുകൊണ്ട് പറയാം, ഞങ്ങൾ ജയിച്ചു. ഇതും ന്യായമായ വഴിയാണെന്നല്ല ഞാൻ പറയുന്നത്. വേണമെങ്കിൽ ഇത്രയും കൊല്ലത്തെ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളുടെ യുദ്ധങ്ങൾക്ക് ശേഷം ഞങ്ങൾ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ജയിച്ചു, പക്ഷേ എങ്കിലും ക്രിസ്തുവിനെ പ്രതി ഈ പള്ളികൾ നിങ്ങൾക്ക് തന്നെ വിട്ടുതരികയാണ്. അത് പറയാനുള്ള ആർജവമുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ ക്രിസ്ത്യാനി എന്ന് വിളിച്ചാനേ. ഇവരൊക്കെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പിന്മുറക്കാരാണ്. തലയിൽ വലിയ കിരീടവും കയ്യിൽ നെടുങ്കൻ ചെങ്കോലും ശരീരത്തിൽ ആകമാനം മൂടുന്ന സ്വർണവർണ്ണാഞ്ചിത കുപ്പായങ്ങളും ധരിച്ച് ഇവർ ഈ ജനാധിപത്യ ലോകത്തിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവർ ആകാശസീമകളിൽ നിന്നും ഇറങ്ങി ഒന്ന് ഭൂമിയിലേക്കെത്തട്ടെ, അവരുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ഈ ജനാധിപത്യ രാജ്യത്താണ് അവർ ജീവിക്കുന്നതെന്ന് അവരൊന്ന് തിരിച്ചറിയട്ടെ. രാജഭരണമൊക്കെ പോയി അവസാനിച്ചിട്ട് എത്രയോ കാലമായി. 1917 കാനോൻ നിയമത്തിന് ഒരു നിശ്ചിതമായ ഒരു രൂപരേഖ ഉണ്ടാവുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ പഴയ കോൺസ്റ്റന്റൈൻ്റെ ആളുകളാണ്, ആ ഒരു ധാരണയിലാണ്. ഇപ്പോൾ സമരം ചെയ്യുന്ന യാക്കോബായ സഭയുടെ മതമേലധ്യക്ഷന്മാരെ ഞാനീ പറയുന്നതൊന്നും ഒഴിവാക്കില്ല. അവരും അതൊക്കെ തന്നെയാണ്. ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് നല്ല വഴികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ സമസ്തം ഒരേപോലെ തന്നെ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അധികാരമുള്ളിടത്ത് ഇതുപോലുള്ള അരാജകത്വങ്ങളും ഉടലെടുക്കുകയാണ്. ആ അരാജകത്വം അവസാനിക്കണമെങ്കിൽ സഭയുടെ സമ്പത്തുകളുടെ കേന്ദ്രീകൃത സ്വഭാവം, ഭരണത്തിൻ്റെ കേന്ദ്രീകൃത സ്വഭാവം അവസാനിച്ചിരിക്കണം. യാക്കോബായ സഭയിലെ തർക്കങ്ങൾ അവസാനിക്കണമെങ്കിൽ ഞാനീ പറഞ്ഞത് നടപ്പിലാവണം. സഭയുടെ അധികാരത്തിൽ എല്ലാ വിശ്വാസിക്കും വൈദികനെ പോലെ തന്നെ മെത്രാനെ പോലെ തന്നെ പങ്കാളിത്തം ഉണ്ടാവണം. വേണമെങ്കിൽ ഇവർ ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പന്മാരായിട്ട് അവരെ വയ്ക്കാം. പക്ഷേ എല്ലാവർക്കും നിർണായകമായ പങ്കാളിത്തം വേണം. ചർച്ച് ആക്റ്റിൽ പറയുന്നത് എല്ലാം ഇടവകയും ഒരു ട്രസ്റ്റായി രൂപീകരിക്കണം. ട്രസ്റ്റിൻ്റെ കണക്കുകൾ കൃത്യമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് ഇവിടെ അവതരിപ്പിക്കണം. അതുപോലെ തന്നെ രൂപതകളെ കേന്ദ്രീകരിച്ചും ഒരു സമിതി ഉണ്ടാവും. അവിടെയും ഇടവകകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളായിരിക്കണം. അത് കഴിഞ്ഞാൽ സംസ്ഥാന കേന്ദ്രീകൃതമായി ഒരു സംവിധാനമുണ്ടാവും. ഇവർ പറയുന്നത് വഖഫ് ബോർഡ് പോലെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പോലെയുമുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി സഭയുടെ സമ്പത്തുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണെന്നാണ്. ഇതിൽ അത്തരമൊരു ഇടപെടൽ എങ്ങും പറഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ ഒരു നോമിനി പോലും ഈ 3 തലങ്ങളിലും ചർച്ച് ആക്റ്റിൽ വരുന്നില്ല. ഇവരെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിരുന്ന കാര്യങ്ങളതാണ്. പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഇതിൻ്റെ അധിപനായിട്ട് വരും. നമ്മുടെ പള്ളികൾ കൈകാര്യം ചെയ്യാനായിട്ട് പാർട്ടി നിർണ്ണയിക്കുന്ന ആളുകളാണ് വരാൻ പോകുന്നത്. അങ്ങനൊരു സംഗതി കൃഷ്ണയ്യരുടെ ഡ്രാഫ്റ്റിലില്ല. 2009 കൊടുത്ത ഡ്രാഫ്റ്റിൽ അങ്ങനൊരു സംഭവമില്ല. ആകെ ഒരു ഗവൺമെൻറ് നോമിനി എന്ന് പറയുന്നത്, അതും ഒരു പൊളിറ്റിക്കൽ നോമിനിയല്ല, ഒരു ഗവൺമെൻറ് നോമിനി എന്ന് പറഞ്ഞാൽ അതിൽ രംഗത്ത് വരുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറിയോ അദ്ദേഹം നിയോഗിക്കുന്ന തത്തുല്യ പ്രാധാന്യമുള്ള ഒരു ഗവൺമെൻറ് സെക്രട്ടറി. എപ്പോഴാണ്
ഓരോ ജില്ലയിലും ഇടവകകളുടെയും രൂപതകളുടെയും എല്ലാം കണക്കുകൾ ജില്ലാ രജിസ്ട്രാർ നിർവഹിക്കുന്നത് പോലെ സംസ്ഥാന തലത്തിൽ ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ചീഫ് സെക്രട്ടറി ആയിരിക്കും. ചീഫ് സെക്രട്ടറി ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ല എന്ന് നമുക്കറിയാം. ഒരു IAS ഉദ്യോഗസ്ഥനാണ് ആ രംഗത്ത് വരുന്നത്. അദ്ദേഹം ഈ കണക്കുകളുടെ ഓവറോൾ സൂപ്പർവിഷൻ മാത്രമേ നടത്തുന്നുള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള ഭരണപരമായ നിയന്ത്രണം ഇവർക്കാർക്കുമില്ല. പക്ഷേ നുണ പറയാൻ യാതൊരു മടിയുമില്ലാത്ത മെത്രാന്മാർ, നുണ പറയുന്നത് നമ്മളിത് പറയുന്ന നുണ പാപമാണെന്നും അവർ പറയുന്ന നുണ സത്യമാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ നിയന്ത്രണങ്ങൾക്കെല്ലാം അതീതമായി നുണ പറഞ്ഞുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവർ പറഞ്ഞു പരത്തുന്ന ഇതാണ്, നമ്മുടെ സ്ഥാപനങ്ങൾ സർക്കാർ പിടിച്ചെടുക്കാൻ പോവുകയാണ്, ലോക്കൽ സെക്രട്ടറി നമ്മുടെ പള്ളികൾ ഭരിക്കും, അതിൽ നിന്ന് ഒരു ചെറുത്തുനിൽപ്പുണ്ടാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2006 മുതൽ സഭയുമായുള്ള ഈ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി തുടങ്ങിയതാണ്. 2007 ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത്. എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് അന്ന് ഞാൻ എൻ്റെ രൂപത വരാപ്പുഴ അതിരൂപതയും മെത്രാനായിട്ടും അതുപോലെ മറ്റ് ലാറ്റിൻ മെത്രാന്മാരുമായിട്ടാണ് ആദ്യത്തെ ഏറ്റുമുട്ടൽ. എറണാകുളത്തൊരു വളരെ വിപുലമായൊരു സമ്മേളനം വിളിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അന്ന് എറണാകുളം ടൗൺ ഹാള് നിറഞ്ഞ് കവിഞ്ഞ് വരാന്തയും കവിഞ്ഞ് റോഡ് വരെ അന്ന് വിശ്വാസികൾ തന്നെ തടിച്ചുകൂടിയിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് അതുവരെയുള്ള സന്ദർഭത്തിൽ വരാപ്പുഴ അതിരൂപതയിലെ 80% വൈദികരും ഞങ്ങൾ മുന്നോട്ട് വച്ച, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വച്ച ആശയത്തെ പിന്തുണച്ചിരുന്നു. അന്ന് വരെ ഞങ്ങൾ സഭയുടെ സമ്പത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല, മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആ കൺവെൻഷനിൽ വെച്ച് പറഞ്ഞു, സഭയുടെ സമ്പത്ത് ഭരിക്കാനുള്ള അധികാരം അപ്പസ്തലന്മാരുടെ നടപടി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട അൽമായർക്കാണ്. വൈദികർ ആത്മീയ കാര്യങ്ങൾ മാത്രം നിർവഹിച്ചാൽ മതി, അവർക്ക് മാന്യമായ ശമ്പളത്തോടു കൂടിയുള്ള ഒരു ഉപജീവനം നമ്മൾ കണ്ടെത്തി കൊടുക്കും. അതുകൊണ്ട് ഇനി മുതൽ അത്തരമൊരു സംവിധാനം രൂപീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രയത്നങ്ങളായിരിക്കും നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതെന്നൊരു പ്രഖ്യാപനം അന്ന് ആ സമ്മേളനത്തിൽ വെച്ച് നടത്തി. വളരെ രസകരമായിരുന്നു അനുഭവം. നമ്മൾക്ക് ജയ് വിളിച്ചിരുന്ന വൈദികരുണ്ടായിരുന്നു. എനിക്കൊരു പക്ഷേ മെത്രാനോടുള്ള എതിർപ്പ് കൊണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ. ഈ വൈദികരെയൊന്നും പിന്നെയൊന്നും കണ്ടില്ല. വരാപ്പുഴ അതിരൂപതയിൽ അന്ന് ഏതാണ്ട് 176 അച്ഛന്മാരുണ്ടായിരുന്നു. അതിൽ പിന്നെ നമ്മളോട് സഹകരിച്ച ആളുകൾ ഒരു 3-4 പേര് മാത്രം. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരും പതുക്കെ വിട്ടുപോയി. കാരണം അവരുടെ നിയന്ത്രണത്തിലുള്ള സമ്പത്തിന് നേരെയാണ് നമ്മുടെ വിരലെന്ന് കണ്ടപ്പോൾ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നവർ വരെ വിട്ടുപോയി. ആ ഒരു പ്രശ്നം സമസ്ത മേഖലകളിലും ഉണ്ടാകുമെന്നുള്ളൊരു മുൻകരുതലും ചർച്ച് ആക്ട് നടപ്പിലാക്കുമ്പോൾ നമുക്കുണ്ടാവണം. അത് ഞാൻ പറയുന്നത് യാക്കോബായ സഭയോടാണ്. ഇതൊക്കെ നടപ്പിലാക്കി കഴിയുമ്പോൾ അവസാനം അവിടുത്തെ വിശ്വാസികൾ മറ്റേ കറിവേപ്പില പോലെ ആവുന്നൊരവസ്ഥ ഉണ്ടാവരുതെന്നുള്ളൊരു മുൻകരുതലും അവരെടുക്കേണ്ടതുണ്ട് എന്നെനിക്ക് പറയാതിരിക്കാനാവില്ല. ഏതായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞ സമയമല്ല അല്ലേ, ദീർഘിപ്പിക്കുന്നില്ല. എന്താണെങ്കിലും കുറേ ആളുകൾ ഈ നിയമം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ട് തയ്യാറാണ്. അത് ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിൽ മാത്രമല്ല, KCRM തുടങ്ങി എത്രയോ സംഘടനകളുണ്ട്, എത്രയോ ഇൻഡിവിജ്വൽസ് ഉണ്ട്, ലോകമാസകലമുണ്ട്. അവരൊക്കെ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായാലും ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുറപ്പാണ്. റംബാനച്ചൻ്റെ ഉപവാസ സമരം നമുക്കറിയാലോ. ഗാന്ധിജിയാണ് ഉപവാസ സമരത്തിൻ്റെ പ്രയോക്താവ് ആദ്യത്തെ. അദ്ദേഹം ഉപവാസ സമരത്തെ കണ്ടത് ഒരു അവസാനഘട്ട ആയുധമെന്ന നിലയിലാണ്. എല്ലാ സമരങ്ങളും തോറ്റു കഴിയുമ്പോഴാണ് ഉപവാസം. അന്ന് ബ്രിട്ടീഷുകാർക്ക് ബോധമുണ്ടായിരുന്നതുകൊണ്ട് 3-4 ദിവസങ്ങൾക്കപ്പുറം ഒരാളെ ഉപവസിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അതിനുള്ളിൽ എന്തെങ്കിലും സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുമായിരുന്നു. ഇത് 18 കഴിഞ്ഞ് 19ാമത്തെ ദിവസം ആ മനുഷ്യൻ പട്ടിണി കിടക്കുകയാണ്.
എനിക്കറിയില്ല ഇതെന്ത് കമ്മ്യൂണിസമാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. മുൻപൊരിക്കൽ ഫ്രാങ്കോ വിഷയത്തിൽ 2 ആഴ്ചയിലേറെ സ്റ്റീഫനും 85 വയസ്സുള്ള ജോസഫ് വക്കീലുമൊക്കെ ഉപവാസം കിടന്നു. സമ്മർദ്ദം ചെലുത്തിയിട്ടാണ്, വളരെ അല്ലാതെയുള്ള പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ചെലുത്തിയതിന് ശേഷമാണ് അന്ന് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായത്. അപ്പോൾ മരിച്ചു പോണവൻ മരിച്ചൊഴിഞ്ഞാൽ അത്രയും നിശ്ചയദാർഢ്യമുള്ളവരുടെ എണ്ണം കുറഞ്ഞു കെട്ടുമെന്നുള്ള ഒരു വികലമായ ചിന്തയാണ് ഇവർക്കുള്ളതെങ്കിൽ ഒരാളുടെ മരണം 1000 പേരുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാവുമെന്ന് സർക്കാർ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് കണ്ട് അകന്നു മാറി നിൽക്കുന്ന ഇതര ക്രൈസ്തവ സഭകളോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പള്ളികളിൽ നിന്ന് വിശ്വാസികൾ വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവില്ലാത്തൊരു സഭയിൽ, ക്രിസ്തുവില്ലാത്തൊരു പള്ളിയിൽ ആരാധിക്കാൻ വരാൻ ഇവർക്കാർക്കും ഇപ്പോൾ താല്പര്യമില്ല. നാളെ നിങ്ങൾക്കും യൂറോപ്പിലുണ്ടായ സഭയുടെ ദുരന്തമുണ്ടാകുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നാളെ നിങ്ങളത് അനുഭവിക്കും. ആ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു ചാടണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും സ്വയം തിരുത്തി ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.